ഒരു പ്യുവർ ഫാൻ സംഭവം തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. കാരണം വൂൾവറിന്റെ തിരിച്ചുവരവ് ശരിക്കും വെറുതെ ആയില്ല. കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കുറെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്യുവർ അഡ്രിനാലിൻ റഷ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു തിയേറ്ററിൽ. എൻ്റെ ആദ്യം തന്നെ നന്ദി പറയേണ്ടത് മാർവൽ ഫാൻസ് ഇന്ത്യ, എൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഫാൻസ് ഷോ, അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഷോ ആയിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. കാരണം അവർ അത്രയും നല്ല വെൽ കോർഡിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഷോ സെറ്റ് ചെയ്തതും. നല്ല പ്യുവർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയത്. ഈ പടത്തിന്റെ റിലീസിന് മുന്നേ നമ്മളെല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സംഭവങ്ങൾ കുറെയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിന് ചില അൺഎക്സ്പെക്ടഡ് സംഭവങ്ങളും വന്നിട്ടുണ്ട്. ശരിക്കും സ്റ്റോറി വൈസ് എന്ന് പറയാൻ അത്ര വലിയ സംഭവമൊന്നും ഇല്ല, പക്ഷേ കുറെ മൊമെന്റ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഡെഡ്പൂൾ 2 ആയിരുന്നു. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫാൻസ് എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിന്റെ 100% കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡി ആൻഡ് വൂൾവറിന്റെ കോംബോ വരുന്ന സീനുകളിൽ മുഴുവൻ സ്ക്രീൻ പ്രസൻസ് ആര് തൂക്കും എന്നുള്ള ഒരു ഡൗട്ടാണ്. സോ ഡെഡ്പൂൾ സ്കോർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വിചാരിക്കും നമ്മൾ ആളാണ് ഈ പടത്തിൽ സ്കോർ ചെയ്തത്, പക്ഷെ അല്ല, വൂൾവറിനായിരിക്കും അടുത്ത് വരിക. സോ ഇവരുടെ തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു മൊത്തത്തിൽ. ആൻഡ് ഇതിലത്തെ പല സംഭവങ്ങളും ട്രോളിന്റെ അടുത്ത് ട്രോളിയിട്ടുണ്ട്, പറയേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അങ്ങേയറ്റം തന്നെയായിരുന്നു ഈ പടത്തിൽ കാണാൻ പറ്റിയിരുന്നത്. ഒരുപാട് റെഫറൻസുകൾ ഉണ്ട്, പ്രത്യേകിച്ച് ലോക്കി ആ ഒരു TV എന്ന് പറയുന്ന ടൈം വാരിയൻസ് അതോറിറ്റിയുടെ കുറെ മെൻഷനിങ് വരുന്നുണ്ട്. സോ ലോക്കി സീരീസ് കണ്ടിട്ടുള്ള ചില ആൾക്കാർക്ക് ചില റെഫറൻസുകൾ, കുറച്ച് കാണാത്തവർക്ക് ചിലത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ബട്ട് അതർവൈസ് ഒരു പ്യുവർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ പടം കാണാം. കാരണം അതിനുള്ള കുറെ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട് ഒരുപാട് രീതിയിൽ. കാരണം പടത്തിന്റെ ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ആ ഒരു എക്സ്പെക്ടേഷൻ ആണ്. പടത്തിന്റെ ടൈറ്റിൽ, മാർവൽ സ്റ്റുഡിയോസിന്റെ ലോഗോ തൊട്ട് അവസാനം വരെ ഒരുപാട് സംഭവങ്ങൾ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില സീനുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ AI ഇമേജ് ജനറേറ്ററിൽ ചില പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കും, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഫൈറ്റിംഗ് ഈച്ച് അതർ, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് കിട്ടില്ലേ, അതുപോലെ ചില ഷോട്ടുകൾ തോന്നിയിരുന്നു. സോ അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. കാരണം ഇടയ്ക്ക് മാർവൽ സീരീസ് നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ, സീരീസിൽ ഇപ്പൊ ലോക്കി, മൂൺ നൈറ്റ്, വാട്ട് ഇഫ് എന്ന് പറയുന്ന ചില എക്സെപ്ഷൻസ് ഉണ്ട്. ബട്ട് അതർവൈസ് പടങ്ങളിലൊന്നും കാര്യമായിട്ടുള്ളത് ഓഫർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഇടയ്ക്ക് ചത്ത പോലെ തന്നെയായിരുന്നു മാർവലിന്റെ അവസ്ഥ. അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് മാർവൽ ജീസസിന്റെ വരവിന് സാധിച്ചു എന്ന് തന്നെ പറയാം. അതിനുള്ള സംഭവങ്ങളുണ്ട്. കാശ് കൊടുത്ത് നമുക്ക് തിയേറ്ററിൽ കാണേണ്ട കുറെ ഐറ്റംസ് ഈ പടത്തിലുണ്ട്. കുറെ മൊമെന്റ്സ്, കുറെ ഞാൻ പലതും പറഞ്ഞു പോയ സ്പോയിൽ ആവുമെന്ന് പേടിച്ചിട്ടാണ് കൂടുതലൊന്നും പറയാത്തത്. കാരണം കൂടുതലായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ആർമാദിക്കാനുള്ള കുറെ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. ആൻഡ് പടത്തിന്റെ ഷോന് ശേഷം ഇപ്പൊ അവരുടെ വക ഒരു പോസ്റ്റേഴ്സ് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ആയിരുന്നു ഇത്. നല്ല അടിപൊളിയുണ്ട്. ഡോഗ് പൂൾ ഓൾസോ, ആ ഡോഗ് പൂളിന്റെ ചില സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് എന്താ പറയണ്ടേ, ഇനി ഇതിന്റെ എൻഡിങ് ആയാലും കുറെ സംഭവങ്ങളുണ്ട്. പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാട്ടെ. കാരണം ഇതൊക്കെ ഈ 2024 ആകെ ഒരൊറ്റ മാർവൽ റിലീസ് ഉണ്ട്, തിയേറ്റർ റിലീസ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ട് ഈ തിയേറ്ററിൽ. നമ്മൾ കാശ് കൊടുത്തിട്ട് നമുക്കത് പ്യൂർ ആയിട്ടുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഒരു ഫാൻ സംഭവം തന്നെ ഇതിൽ ഒരുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹ്യൂ ജാക്ക്മാൻ, വാട്ട് എ മാൻ. കാരണം വൂൾവറിൻ തന്നെയാണ് അദ്ദേഹത്തെ പറയേണ്ടത്. അതിന്റെ എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഓഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇതൊക്കെ OTT വരാൻ നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണാം. എടാ മോനെ പോയി കാണാം.